ഈ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം ഇരട്ടിക്കും. കാരണം നമ്മളുടെ മുടിയുടെ അറ്റം പിളരൽ മാറും. അതുപോലെ നമ്മളെ മുടിയുടെ വരളുന്ന മുടി കണ്ടിട്ടില്ലേ, ചകിരി പോലുള്ളത്, അത് മാറും. മുടിക്ക് ആകെ മൊത്തം ഒരു മൃദുത്വം കിട്ടും. കാരണം താരനും എല്ലാം പോകും കേട്ടോ. ഇങ്ങനെ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടാൽ മതി. അപ്പം നമ്മളെ മുടി നല്ല എന്താ പറയുക, സിൽക്ക് ആൻഡ് സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിടക്കും കേട്ടോ. അതുപോലെ ഈ പൊട്ടിപ്പൂവലെ മുടി പറഞ്ഞു പോകും ചിലവർക്ക്. അപ്പോൾ അതെല്ലാം മാറും ആഴ്ചയിൽ ഇത് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ. എങ്ങനെയാണ് നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ ഒരു കറ്റാർ വാഴ കണ്ടോ, ഇവിടെ മുറിച്ച് കളഞ്ഞിട്ടൊരു നല്ല തുടയ്ക്കണം, ഒരു മഞ്ഞക്കറ ഉണ്ടാവും. അത് നമുക്ക് ചിലവർക്ക് ഒരു അലർജി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് കഴുകി കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കറ്റാർ വാഴ എടുക്കുക. എന്നിട്ട് കണ്ടോ, ഇങ്ങനെ കത്തിയോണ്ട് ഈ രണ്ട് വക്കും ഇങ്ങനെ ചെത്തിക്കളയുക. ഇത് നമുക്ക് മുള്ളാണ് കണ്ടല്ലോ, ഇതാണ് ചെത്തിക്കളയുക. രണ്ട് പുറം വൃത്തി ചെത്തിക്കളയുക. എന്നിട്ട് ഇതിൻ്റെ നടു മുറിച്ചിട്ട് ഇതിൽ നമ്മൾ ഉലുവ നിറച്ച് വെക്കുക ചെയ്യേണ്ടത് കേട്ടോ. കാണിച്ചു തരാം. നമ്മളേ തലേ ദിവസം രാത്രി നന്നായി കഴുകുക. കണ്ട ഉലുവ നല്ലോണം കഴുകി, കണ്ണു കാണാല്ലേ, നല്ലോണം കഴുകിയതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുക. കണ്ട ഇങ്ങനെ വെക്കുക. നമുക്ക് തോനെ വേണമെന്നില്ല കേട്ടോ, വളരെ കുറച്ച് മതി. ഇത് പിറ്റേ ദിവസം രാവിലേക്ക് കൊഞ്ഞി പൊട്ടിയിട്ട് കാണാം നിങ്ങൾക്ക് കേട്ടോ. ഇതിങ്ങനെ നിറച്ച് വെച്ചു. കണ്ട ഇത്ര ഉലുവ മതി നമുക്ക്. ഇത് ഇനി ഒന്ന് വലുതാവും ഇത്. അപ്പോൾ അരച്ചാൽ നമുക്ക് നല്ലോണം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ അടച്ച് വെക്കുക. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ ഒരു കയറുകൊണ്ട് കണ്ടോ, ഈ കയറുകൊണ്ട് നമ്മളിങ്ങനെ ഇതിനെ കെട്ടി വെക്കുക. കാരണം ഇത് അങ്ങനെ അവിടെ ഇരുന്ന് ഇതാവട്ടെ. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണില്ല, ഞാൻ ഫ്രിഡ്ജിലല്ലാട്ടോ പുറത്താണ് വെച്ചാൽ, എങ്കിലാണ് ഉലുവ നന്നായി മുളയ്ക്കുക. ഇനി ഇത് നാളെ രാവിലെ നമുക്ക് എടുത്ത് നോക്കാം മക്കളെ. ഇത് നമ്മൾ തലേ ദിവസം രാവിലെ ഇട്ടണം കേട്ടോ. അമ്മ ഇങ്ങനെ കെട്ടി വെച്ചണം തലേ ദിവസം രാവിലെ. മറ്റേ ഞാൻ ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇതാ ഞാൻ തലേ ദിവസം കെട്ടി വെച്ചത് കാണിച്ചു തരാം കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ ഇരിക്കണ്ടാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുമില്ല. കാണിച്ചു തരാം. നൂലൊക്കെ കളഞ്ഞ് കണ്ട നമ്മൾ ഉലുവ കണ്ടല്ലോ, കൊഞ്ഞി മുളച്ച് പൊട്ടിന്ന് കണ്ടു. ആ തണുപ്പിലിരുന്നിട്ട് കണ്ടോ, ചിലതൊക്കെ നല്ല നീളം വെച്ചണോ, ചിലത് അധികം നീളം വെച്ചിട്ടൊന്നുമില്ല, ചിലതൊക്കെ നല്ല മുളച്ചണോ, ചിലത് കണ്ടോ ഒരു വഴുപ്പ് വന്നിട്ട് ഇങ്ങനെ കൊഞ്ഞി പൊട്ടണേ ഉള്ളൂ. ഒരു 10-20 ഇതിൽ നല്ല മുളച്ചണം. ഇനി നമ്മളിത് ഒരു എന്താ പറയുക, മിക്സിയുടെ ജാറിലേക്ക് രണ്ടും കൂടി നന്നായി അരയ്ക്കാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കട്ടെ കേട്ടോ. നമുക്ക് ഇങ്ങനെ ഡബറയിലേക്ക് ആദ്യം ഇത് ഈ ചീർപ്പുകൊണ്ട് ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ പച്ച കളറുള്ളത് എടുക്കരുത്, അപ്പോൾ അത് ചിലവർക്ക് ഒരു അലർജി ഉണ്ട്, ചിലവർക്ക് ഒരു കുഴപ്പമില്ല. ഇനി ചീർപ്പുകൊണ്ട് ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കുകയാണ്. കറ്റാർ വാഴയുടെ നല്ല ജെല്ല് മാത്രമേ നമുക്ക് വേണ്ടൂ. എന്നാൽ തന്നെ ഇഷ്ടംപോലെ ഇത് തേക്കാണ്ടാവും. ഉലുവ കുതിർന്ന് ചീർക്കണം കണ്ടല്ലോ. ഒരു കണ്ണകലുള്ള തോർത്തിലോ ഒരു ഷോളിലോ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഉലുവടയും കറ്റാർവാഴയുടെയൊക്കെ എന്തെങ്കിലും, കറ്റാർവാഴയുടെ അങ്ങനെ മുടിയിലൊന്നും തങ്ങി നിൽക്കില്ല. പക്ഷെ ഉലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനായിട്ട് അതിൻ്റെ അങ്ങോട്ട് ചണ്ടി നമുക്ക് പറ്റില്ല. കണ്ടോ, നമ്മളിങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. ഒരെണ്ണം ഒഴിച്ചാൽ മതി. എങ്കിൽ നമ്മളെ മുടി വരളുമല്ലോ, ആൾക്കാർക്ക് ചകിരി പോലെ ആകുമല്ലോ, അത് മാറും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് മുടി നല്ല ഭംഗി വെക്കും. പിന്നെ അറ്റം പൊട്ടിയിട്ട് രണ്ടായിട്ട് നിൽക്കണം, പല ആൾക്കാരും പറയുന്നുണ്ട് കേട്ടോ. അറ്റം പൊട്ടി പോവുകയാണ്, രണ്ടായിട്ട് നിൽക്കുകയാണ്, അതെല്ലാം മാറും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ താരൻ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ കുറയും. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, വളരെ നല്ലതാണ്. അതിന് നമ്മൾ കാലത്ത് എണീറ്റ വഴിക്ക് തന്നെ ആദ്യം നമ്മളെ മുടിക്ക് നല്ലൊരു കെയർ കൊടുക്കണം കേട്ടോ. അതിന് നമ്മൾ കൈ കൊണ്ട് നന്നായി മുടി വേടർത്തിയതിൻ്റെ ശേഷം
ഇങ്ങനെ ഒരു ചീർപ്പുകൊണ്ട് നമ്മൾ നല്ല ഒന്ന് ചീന്തി കൊടുക്കണം. എന്തിനാണെന്നറിയോ? ഇതൊക്കെ നമ്മളെ മുടിയിലെ രക്തയോട്ടം കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ചീന്തി ഒരു ചെറുതായിട്ടൊരു ഇങ്ങനെ ചീന്തി വൃത്തിയാക്കിയതിന് ശേഷം മുടിയിലൊരു 4 തുള്ളി എണ്ണ, ഒരുപാടൊന്നും തേക്കണ്ട കേട്ടോ, 4 തുള്ളി എണ്ണ ഇങ്ങനെ കൈകളിലേക്ക് എടുത്തത് നമ്മളുടെ കേശസഞ്ജീവനിയാണ് കേട്ടോ. ഇത് മുടി വളർച്ചയ്ക്ക് കൂട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി സ്വാഭാവികമായിട്ട് നല്ല കറുത്ത കളർ ഉണ്ടാവും, താരൻ മുടി കൊഴിച്ചിലെല്ലാം മാറും കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ അമ്മ ഇതാണ് യൂസ് ചെയ്യണത്, ആ എണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും എണ്ണ എടുത്തിട്ട് കണ്ടോ കയ്യിലിട്ട് നല്ല ചൂടാക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ ചീന്തി വൃത്തിയാക്കിയ മുടിയിലേക്ക് കണ്ടോ, ഇത് കയ്യിലിട്ട് നല്ലോണം ഇങ്ങനെ ചൂടാക്കാനാണ് എല്ലാവരോടും പറയുന്നത്. അല്ലാത്തൊരു ഡബിൾ ബോയിലിങ് ചെയ്തോളൂ കേട്ടോ. കണ്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ നമ്മളെ മുടിയുടെ തലയോട്ടിയിലേക്ക് ഒരു മസാജ്, രക്തയോട്ടം കൂടും. അപ്പോൾ ഈ ചൂടാക്കുമ്പോൾ പോൾസുകളൊക്കെ തുറക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ എണ്ണ നല്ല എഫക്റ്റീവ് ആകും, എണ്ണയും അതുപോലെ തന്നെ പേക്കും നല്ല എഫക്റ്റീവ് ആകും കേട്ടോ. പോൾസുകളൊക്കെ തുറന്നില്ലേ നമ്മളെ, അപ്പോൾ ഇങ്ങനെ ഇളം ചൂടുള്ളതാകുകൊണ്ടേ. ഇനി സാധിക്കണവർക്ക് ഡബിൾ ബോയിലിങ് ചെയ്യാം കേട്ടോ, തിളപ്പിക്കരുത്, ഇളം ചൂടേട്ടാ പാടുള്ളൂ. ഒരുപാട് ചൂടൊന്നും നമുക്ക് പാടില്ല, എന്നാലോ തണുതന്നായിട്ട് വേണ്ടേ. ഇനി തണുത്ത എണ്ണയെക്കാളും ഇരട്ടി ഫല മക്കളെ ഒരു ഇളം ചൂടുള്ള എണ്ണ മുളം മുടിക്കുക, അത് എല്ലാവരും മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ കയ്യിലിട്ട് നല്ല ചൂടാക്കണം, എങ്കിൽ ചൂട് കൂടൂല്ല. നമ്മളിങ്ങനെ ഒറ്റ പ്രാവശ്യമല്ല, ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ ചൂടാക്കുക തലയോട്ടിയിൽ. അതുപോലെ രാത്രി കേട്ടോ ഒന്ന് കുമ്പിട്ട് നിന്നിട്ട് നിങ്ങൾ ഈ മസാജ് കൊടുക്കണം. അപ്പോൾ 2 തുള്ളി 1 തുള്ളി എണ്ണ മതി ഒരു മയം കിട്ടാൻ. എന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കൈ ഇങ്ങനെ കരപരാന്നുള്ള കൈ കൊണ്ട് പാടില്ല. അപ്പോൾ നമ്മളെ തലയോട്ടിക്ക് മൃദുത്വം കിട്ടില്ല കേട്ടോ. അപ്പോൾ തലയോട്ടിക്ക് ഡാമേജ് വരിക ചെയ്യുക നമ്മൾ വെച്ച് ഉരയ്ക്കുമ്പോൾ. ഒരു എണ്ണമെഴുക്കുള്ള കൈ കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കാവുള്ളൂ. കണ്ടല്ലോ, ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പാക്ക് ഇടുന്നത്. എന്തായാലും നമ്മൾ കെയർ ചെയ്യാൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒരു ദിവസത്തിൽ എടുക്കും അല്ലേ. അപ്പോൾ നമ്മളെ ഫേസും കൂടി ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മ വേണ്ടവരൊക്കെ ചോദിച്ചോളൂ. ഇതാണ് നമ്മളെ കാന്തി ക്യാരറ്റ് ഓയിൽ. കണ്ട മക്കളെ, തോനെയൊന്നും വേണ്ട കേട്ടോ. കണ്ടോ ഇത്ര എടുത്താൽ മതി. കണ്ട കളറൊക്കെ ഓറഞ്ച് കളറാണ് കണ്ടോ. അത് നമ്മളെ മഞ്ചിഷ്ടി ഇരട്ടി മധുരവും ക്യാരറ്റും കൂടിയും കൂടിയിട്ടാണ് ഇതിന് ഇത്ര കളർ വന്നത് കേട്ടോ. വെറും ക്യാരറ്റ് ആണെങ്കിൽ മഞ്ഞ കളറാവും, മഞ്ചിഷ്ടയുടെ കളറാണ് ചുവപ്പ്. കണ്ടോ നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ രാവിലെ എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ മുഖം ഫേസ് മസാജ് വെച്ചാൽ അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ മേറ് കണ്ടോ ഇങ്ങനെ മേലോട്ട് നമ്മളിവിടെ തൂങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വെക്കണം. നെറ്റിയൊക്കെ ഇങ്ങനെ മേലോട്ട് പുരുകൻ ഇങ്ങനെ പിടിക്കണം. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള മസാജുകൾ നിങ്ങൾ ഈ എണ്ണ കൂട്ടിയിട്ട് കേട്ടോ മുഖത്ത് എപ്പോഴും ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളെ ഡാമേജാണ് സ്കിന്നിനൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ കൂട്ടിയിട്ട് ഓയിൽ മസാജ് വേണം കേട്ടോ ചെയ്യാൻ. അതുപോലെ കഴുത്തിലൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം തേച്ചിട്ടാട്ടോ ഇവിടെ വന്നിരുന്ന് കഴുത്തിലൊക്കെ ലൈറ്റായിട്ട് തേച്ചിട്ടുള്ളൂ. കണ്ടോ ഇവിടെയൊക്കെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രായം വന്നാൽ ചുളിവ് വരികയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും. ഇവിടെയൊക്കെയാണ് ചുളിയണ. കണ്ടോ ഇങ്ങനെ ഞാനൊരു ഓയിൽ മസാജിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും ഒന്ന് കാണണം, സെർച്ച് ചെയ്യണം കേട്ടോ. ഓയിൽ മസാജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫേസ് മസാജ്. അപ്പോൾ ഇതിങ്ങനെ എണ്ണ കൂട്ടിയിട്ട് നിങ്ങൾ ആ മസാജ് ചെയ്യണം കേട്ടോ. ഇപ്പം എനിക്കിങ്ങനെ സമയം കുറവാണ് കുട്ടികളെ. രാവിലെ നേരത്തെയാണ്, അടുക്കളയിലും കുറേ തിരക്കുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ തിരക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണയൊക്കെ തേച്ചു. ഈ ക്യാരറ്റ് ഓയിലൊക്കെ വേണ്ടവർ ചോദിച്ചോളൂ കേട്ടോ. ഈ ക്യാരറ്റ് ഓയിലും കേശസഞ്ജീവനൊക്കെ വേണ്ടവർ ചോദിച്ചോളൂ കേട്ടോ. നമ്മളെ 96 56 16 29 90 വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ചോളൂ, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, വാട്സപ്പിൽ വന്നാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സേഫായിട്ട് എണ്ണ വീട്ടിലെത്തിച്ച് തരും. നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ എത്തിക്കണത്. അപ്പം നമുക്കിത് മുടിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ടോ നല്ല സുഖമാണ്, നല്ലൊരു തണുപ്പൊക്കെ കിട്ടണ്ട കേട്ടോ. ആലോവേരയും ഉലുവയും നല്ല ഇതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, മുടിക്ക് നല്ലതാണ്, നല്ല വളർച്ചയും കിട്ടും. മുടി പെട്ടെന്ന് നിങ്ങൾക്കൊരു മയം കിട്ടും കേട്ടോ. ഈ മുടി പൊട്ടിപ്പൂവൊക്കെ ചെയ്യേണ്ടത് മിനുസല്ലാത്ത മുടിയായിട്ടാണ് കുട്ടികളെ. അപ്പോൾ അത് കഴുകിക്കളയാൻ അധികം തോന്നെ നിങ്ങൾ ഇരിക്കണ്ട കേട്ടോ. ഉലുവ കറ്റാർവാഴയുടെ പാക്ക് ഇടുന്ന ദിവസം നിങ്ങൾ 15 മിനിറ്റിൽ മീതെ വെക്കരുത് കേട്ടോ. ഇത് മുടിയിലേക്ക് ഈ ഉലുവേ കഴുകിക്കളയാൻ നല്ല പ്രയാസമാണ്, ഒരുപാട് സമയം വെക്കരുത്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. അലോവേര അതിൽ ഓൾറെഡി റെഡി ആവും. ഇത് വല്ലാതെ അറിയാതെ ക്രഷ് ചെയ്താൽ നമുക്ക് ഇത്ര തന്നെ ടൈറ്റിലല്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിക്കളയാൻ എളുപ്പമാണ്. അമ്മ ഇതിങ്ങനെയൊക്കെ തേക്കും. ഇനിയിപ്പോൾ കുളിമുറിയിൽ അതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ പണ്ടത്തെ പോലെ നമുക്ക് സുഖമാണ്. ഇനി ഞാനൊന്ന് മുടി താഴത്തേക്ക് ഇട്ടിട്ട് തേക്കട്ടെ. അമ്മ നിർത്തേ. എന്ത്
അമ്മ തീരെ ശരിയായില്ല. എന്തേ? എന്നാലും അമ്മ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളിത് കേക്കണം കേട്ടോ. അമ്മ ഇന്റെ ഈ മുടിയൊന്ന് നോക്കി നോക്ക അമ്മ. അമ്മ എനിക്ക് തരാതെ നാളും തേച്ചപ്പോഴോ ദാ കുറച്ചുണ്ട്. ഇന്റെ സ്കൂള് തുറക്കാറായിനാണ്. ഇന്നെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ കളിയാക്കും. ഈ മുടി നോക്കി നോക്കും. അമ്മ കുറച്ച് എന്റെ മുടിയിലും കൂടി തേച്ച് തരണ്ടേ. അമ്മ നാളെ തീരെ ശരിയായില്ല അമ്മ. എന്ത് ഒരു കാര്യം, അമ്മനെ അടുത്ത ഹെയർ പാക്ക് മോനെ ആദ്യം തേച്ച് തരാം കേട്ടോ നമ്മുടെ കുട്ടനെ. പ്രോമിസ്? പ്രോമിസ്. ആ എന്നാ ഓക്കെ. എന്നാ പിന്നെ കുഴപ്പമില്ല. എന്നാ ശരി, ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. നിർത്തേ. ഇപ്രാവശ്യം ഞാൻ പറയാം. എല്ലാ പ്രാവശ്യം അമ്മയല്ലേ പറയലേ. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ അമ്മ? സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ പുതിയ വീഡിയോ അയക്കാൻ ബൈ.